അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വിഷയം ഒരു പ്രധാനപ്പെട്ട ഫ്രൂട്ടിനെ പറ്റിയാണ്. ഇനി റമദാൻ മാസം അടുത്തുകൊണ്ടിരിക്കുന്നു. ആ മാസത്തിൽ കൂടുതലായി ജനം ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ബത്തക്ക. ബിത്തീഹ് എന്ന് അറബിയിൽ അറിയപ്പെടുന്ന വാട്ടർമെലൻ. ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബത്തക്ക കഴിക്കുമായിരുന്നു ഈത്തപ്പഴത്തിൻ്റെ കൂടെ എന്ന് ഹദീസ് തിർമിദിയിൽ കാണുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നുണ്ട്, അതായത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബത്തക്ക ഈത്തപ്പഴത്തിൻ്റെ കൂടെ കഴിക്കുമായിരുന്നു എന്ന് ഷമാഇൽ മുഹമ്മദിയയിൽ ഈ ഹദീസ് കാണാം. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബത്തക്ക ഈത്തപ്പഴത്തിൻ്റെ കൂടെ കഴിക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഇതിൻ്റെ ചൂട്, അതായത് ഈത്തപ്പഴത്തിൻ്റെ ചൂട് അതിൻ്റെ തണുപ്പ് കൊണ്ട് ഇല്ലാണ്ടാകും. അതായത് ബത്തക്കയുടെ തണുപ്പ് കൊണ്ട് ഇല്ലാണ്ടാകും. ബത്തക്കയുടെ തണുപ്പ് ഈത്തപ്പഴത്തിൻ്റെ ചൂട് കൊണ്ട് ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല കോമ്പിനേഷനാണ്. അതിലുള്ള അധികം ചൂടുകളും അതേപോലെ തന്നെ തണുപ്പും പരസ്പരം ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ട് അത് ഇല്ലാതെയാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് അബൂദാവൂദിൽ ഈ ഹദീസ് കാണുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു ബത്തക്ക കഴിക്കുക, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി. എന്നാൽ നിങ്ങളുടെ ഉദരത്തെ, വയറ്റിനെ അത് ക്ലീൻ ചെയ്യും എന്ന് മാത്രമല്ല പല രോഗങ്ങളെയും അത് ഇല്ലാണ്ടാക്കും എന്ന് ഫൈസുൽ ഖദീറിൽ ഹദീസുകൾ കാണുന്നുണ്ട്. ഇത് നമുക്ക് ധാരാളം മതി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് രണ്ടും കഴിച്ച് നമുക്ക് കാണിച്ചു തന്നു. അതിൽ രോഗങ്ങൾക്ക് ശമനമുണ്ട് എന്നും പറഞ്ഞു. അവിടെ ഒരു കാര്യം പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം എന്നാണ്. എല്ലാ ഫ്രൂട്ട്സുകളും അങ്ങനെയാണ് കഴിക്കേണ്ടത്, സഫർജൽ ഒഴികെ. കാരണം നാം കൂടുതലായി ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് കോണ്ടന്റുകൾ, ഘടകങ്ങൾ, നമുക്ക് അത്യാവശ്യമായ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന, രോഗങ്ങളെ ഇല്ലാണ്ടാക്കുന്ന, രോഗങ്ങളെ തടയുന്ന ഒരുപാട് ആരോഗ്യത്തിൻ്റെ ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഒന്ന് വാട്ടർ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ B12, സൾഫർ, ഫോസ്ഫേറ്റ്, ഷുഗർ, അയൺ, കോപ്പർ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മാംഗനീസ്, പ്രോട്ടീൻ, ക്ലോറിൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകങ്ങൾ ഈ ബത്തക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്ന എല്ലാ പഴങ്ങളും എല്ലാ വസ്തുക്കളും ഒറിജിൻ നാച്ചുറലായ പഴങ്ങളെപ്പറ്റിയും മറ്റുള്ള സാധനങ്ങളെപ്പറ്റിയുമാണ് ഞാൻ പറയുന്നത്. അതിലെന്തെങ്കിലും കെമിക്കൽ മിക്സ്ഡ് ആയ പഴങ്ങളെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. നാച്ചുറലായ പഴങ്ങൾക്കും മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ഞാൻ ഈ പറയുന്ന
ഫലങ്ങൾ, ഔഷധ ഗുണങ്ങൾ അതിലുണ്ട്. ഈ ബത്തക്ക ഏറ്റവും നല്ലത് ഏതാണ്? എല്ലാ ബത്തക്കയും പല തരത്തിലുള്ള അതിൻ്റെ വർണ്ണങ്ങൾ, കളറുകൾ വ്യത്യസ്തമായ തരത്തിലുള്ളതുണ്ട്. എങ്കിലും നല്ല പച്ച കളറുള്ള ബത്തക്കയാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളത് നല്ലത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ബത്തക്ക എന്ന് പറഞ്ഞാൽ, പച്ച കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറംതോട് പച്ച ഉള്ളത് എന്നാണ് അർത്ഥം. ഇത് നമുക്ക് ഉണ്ടാകുന്ന വീക്കങ്ങളെ ഇത് തടയും നമ്മുടെ ശരീരത്തിൽ. അതുപോലെ തന്നെ ആസിഡീസ്, നമ്മുടെ വയറ്റിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനെയും ഇല്ലാണ്ടാക്കും. അത് ഒരു പ്രശ്നമാണ്, അതിനത് ഇല്ലാണ്ടാക്കും. എന്ന് മാത്രമല്ല, മലബന്ധത്തെയും അത് തടയും. ഇന്ന് കൂടുതലായി ജനം കംപ്ലൈൻറ്റ് പറയുന്ന ഒരു രോഗമല്ല എങ്കിലും വളരെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മലബന്ധം എന്നുള്ളത്. അതിനെ അത് കുറക്കും, ഇല്ലാണ്ടാക്കും. വയറ്റിനെ ശുദ്ധിയാക്കും. വയറ് നന്നായി അതുമൂലം ശുദ്ധിയാവുകയും ചെയ്യും. നമ്മുടെ ഈ കിഡ്നിയിലുണ്ടാകുന്ന കല്ലുകളെ അലിയിപ്പിക്കാൻ വളരെ നല്ലതാണ് ബത്തക്ക. അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട്, യൂറിൻ നന്നായി പുറത്തു പോവുകയും ചെയ്യും. ആരെങ്കിലും അവരുടെ മുഖത്തിലോ അല്ലെങ്കിൽ ഈ ചുളിഞ്ഞ സ്ഥലങ്ങളിലോ അത് റബ്ബ് ചെയ്യുകയാണെങ്കിൽ, അതിനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഈ ബത്തക്ക എന്നുള്ളത് പ്രായാധിക്യത്തെ കാണിക്കുകയില്ല. അത് കഴിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മുഖത്തിലോ ചുളിഞ്ഞ സ്ഥലങ്ങളിലോ അങ്ങനെ അത് റബ്ബ് ചെയ്യുന്നത് കൊണ്ട് പ്രായം കൂടുതൽ തോന്നിപ്പിക്കുകയില്ല. കാരണം അത് അതിൽ കൂടുതൽ വാട്ടർ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇത് വളരെ മാരകമായ രോഗമായ ക്യാൻസർ രോഗത്തെ വരെ അത് കുറക്കും എന്നും ആരോഗ്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ടൈഫോയിഡ് പോലെയുള്ള ജ്വരം, പനികൾക്കും അതുപോലെ തന്നെ സന്ധിവേദനകൾക്കും വാതസംബന്ധമായ രോഗങ്ങൾക്കും വളരെ നല്ലതാണ് അവയെ കുറക്കാൻ ഈ ബത്തക്ക. അതേപോലെ തന്നെ നമ്മുടെ ചർമ്മങ്ങൾക്ക് ഒരു അഴക് നൽകാൻ വളരെ നല്ലതാണ്. കൂടാതെ വളരെ മോശമായ ഫ്രീ റാഡിക്കൽസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുവാനും വളരെ നല്ലതാണ്. ഇത് വളരെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ അടഞ്ഞുകൂടിയ എല്ലാ വേസ്റ്റുകളെയും അത് പുറത്ത് കൊണ്ടുവരും. അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസിനെയും അത് പുറത്ത് കൊണ്ടുവരും. ഈ വേസ്റ്റുകളും ഫ്രീ റാഡിക്കൽസും ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കുന്നുകൂടുന്നത് ഒരിക്കലും നന്നല്ല. ഇത് ഗർഭിണികളായ സ്ത്രീകൾക്കും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രേഷൻ ഉണ്ടാകാനും വെള്ളം അതിൻ്റെ തോതിൽ ഉണ്ടാകാനും നിർജലനീകരണം ഇല്ലാതിരിക്കാനും വെള്ളം കുറയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനും വളരെ നല്ലതാണ്. ഈ ബത്തക്കയിൽ B3 ഉണ്ട്. അതുപോലെ തന്നെ അനേകം മിനറൽസും സോഡിയമും പൊട്ടാസ്യമും ഷുഗറും ലൈക്കോപ്പീനും ഫൈബേഴ്സും ഒരു കുറഞ്ഞ തോതിൽ പ്രോട്ടീനൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് റെക്കമെൻഡ് ചെയ്ത ഈ ബത്തക്ക നമുക്ക് ഒരുപാട് ആരോഗ്യം നൽകുന്നുണ്ട്. ഇത് വളരെ റിച്ചായ വൈറ്റമിൻ സിയും ബീറ്റാ കരോട്ടീനും റിച്ചായ ഒരു ഫ്രൂട്ടാണ്. ഒരു പകുതി ബത്തക്കയിൽ ഏകദേശം 825 ഗ്രാമോളം പൊട്ടാസ്യം അതിൽ ഉണ്ട്. പൊട്ടാസ്യം വളരെ നല്ലതാണ്.
പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ കൂടുന്ന പക്ഷം അത് കൂടുതലായുള്ള സോഡിയത്തെ അത് നീക്കം ചെയ്യുന്നുണ്ട്, കുറക്കുന്നുണ്ട്. കൂടുതലായി സോഡിയം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ അവിടെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബത്തക്ക കഴിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് അർത്ഥം. ഒരു അന്താരാഷ്ട്ര പഠനത്തിൽ അവർ 10,000 പേരെ സംഘടിപ്പിച്ചു ഉള്ള പഠനത്തിൽ അവിടുത്തെ ഗവേഷകരെ കണ്ടെത്തിയത് കൂടുതൽ പൊട്ടാസ്യം അവിടെ ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് പ്രഷർ കുറയും എന്നാണ്. അതേപോലെ തന്നെ ഡേഞ്ചറസ് ആയ LDL കൊളസ്ട്രോള് അതിനെയും അത് നമ്മുടെ ആർട്ടറിയൽ വോൾസുകളിലെ നമ്മുടെ ഹാർട്ടിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ആ വളരെ ചെറിയ വോൾസുകളിൽ ഇവകളെ ഒട്ടിപ്പിടിക്കുന്നതിനെയും അത് തടയും എന്ന് മാത്രമല്ല, ഇങ്ങനെ തുടർന്ന് ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. മറ്റൊരു വലിയ പഠനത്തിൽ 4000 പാലൂട്ടുന്ന അമ്മമാരെ സംഘടിപ്പിച്ച് കൊണ്ടുള്ള ഒരു പഠനത്തിൽ അവർ കണ്ടെത്തി ഇത്തരം ഈ ബത്തക്ക കഴിക്കുന്നവർക്ക് അവരുടെ കുട്ടികൾക്ക് ബ്രെയിനിലുള്ള ഡിഫക്റ്റുകളോ അല്ലെങ്കിൽ സ്പൈനൽ കോഡുകളിലുള്ള ഡിഫക്റ്റുകളോ അതായത് തകരാറുകളോ ഉണ്ടാകുന്നില്ല എന്നവർ കണ്ടെത്തി. ഇങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ബത്തക്ക. ഇൻഷാ അല്ലാഹു തആല നമുക്ക് റമദാനിലും ഇതിനെപ്പറ്റി നന്നായിട്ട് ഒന്ന് വിശദീകരിക്കണം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.